ഗവൺമെന്റ് LP സ്കൂൾ മറയൂർ 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കും 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൃഷിഭവൻ മുമ്പാകെ പ്രതിഷേധ പ്രകടനം നടത്തി. മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറയൂർ കൃഷിഭവൻ മുമ്പാകെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. സ്വാഗതം പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ദീപ അരുൾജ്യോതി, ഉദ്ഘാടനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP രാജൻ, അധ്യക്ഷൻ മറയൂർ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സേവ്യർ, മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയ് കാളിദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ദാസ്, ബ്ലോക്ക് സെക്രട്ടറി ആരോഗ്യസ്വാമി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സത്യവതി പഴനിസ്വാമി, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിജി എന്നിവർ സംസാരിച്ചു. തമിഴ്നാട്ടിൽ നിന്നെല്ലാം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജമായ ശർക്കര കേരളത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചെല്ലാം ഗവൺമെൻറ് കൃഷി വകുപ്പ് മന്ത്രിയുടെയും അതേപോലെ ഗവൺമെൻറ്റിൻ്റെയും പക്കലൊക്കെ പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിങ്ങനെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെന്താ ഇവിടെ മറയൂരിൽ ഉണ്ടാക്കുന്ന ശർക്കരയ്ക്ക് ന്യായമായ ഒരു വിലയും ലഭിക്കുന്നില്ല. ഇപ്പോൾ കരിമ്പ് കൃഷി തന്നെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കരിമ്പ് കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് കൃഷിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറികളും അതേപോലെ തന്നെ നമ്മുടെ കവുങ്ങും തെങ്ങും ഒക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. തെങ്ങിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. തെങ്ങ് മുഴുവൻ പോയി കഴിഞ്ഞു. തെങ്ങ് മുഴുവൻ ഇപ്പോൾ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലോകബാങ്ക് പോലും കേര കർഷകർക്ക് വേണ്ടി കൊടുത്ത മറ്റേ വായ്പ പോലും ധനസഹായം പോലും കർഷകർക്ക് കൊടുത്തിട്ടില്ല. അതെല്ലാം വകമാറ്റിക്കൊണ്ട് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക ഗവൺമെൻറ്. എല്ലാം ഏത് പരിശോധിച്ചാലും അത് തന്നെയാണ്. നെൽകർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡി പാലക്കാടും കുട്ടനാടും പോലെയുള്ള നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നെല്ലിൻ്റെ സബ്സിഡി പോലും ഇന്ന് വരെയും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡിയാണ്, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി അല്ല. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി തുക പോലും അത് വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കർഷകരുടെ കൈകളിലേക്ക് എത്താതെ കർഷകനെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള നടപടികൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭമായി കർഷക കോൺഗ്രസ് രംഗത്ത് വരാൻ പോകുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇതേപോലെ കൃഷിഭവന്റെ മുന്നിലേക്ക് ധർണാ സമരവുമായി കർഷക കോൺഗ്രസിന്റെ നേതാക്കൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.